ഉർവശിയുടെ മനസ്സിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന വികാരം എന്താണ്? അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റൂല. അവരുടെ മനസ്സ് പെയ്തൊഴിയാൻ ആഗ്രഹിക്കുന്നുവോ? ഇവനെന്ത് വിവരക്കേടാ ചോദിക്കുന്നത്? ഇപ്പോഴും സംസാര വിഷയമാകുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കുടുംബജീവിതത്തിൽ സംഭവിച്ച ഒരു ദുരന്തത്തിന്റെ പേരിലാണ്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. കാരണം മറ്റാരെയും ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ കാര്യങ്ങളിൽ എന്താ ഇത്ര ശ്രദ്ധ? എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. പിന്തുണയൊക്കെ പ്രേക്ഷകരിൽ നിന്ന് കിട്ടുമ്പോഴും ഏറ്റവും കൂടുതലും മനസ്സിനെ വേദനിപ്പിച്ചത് എന്താണ്? വളരെ കുറച്ച് മാത്രമേ എന്റെ കാര്യങ്ങൾ ഞാൻ സംസാരിക്കാറുള്ളൂ. അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഭാഗത്ത് ന്യായമില്ല എന്ന് ഒരുപാട് ആളുകൾ ധരിക്കാൻ ഇടയാക്കിയത് ഈ കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ ഇല്ലായ്മയാണ്. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. പക്ഷേ ഈ മനോജിന് അവരുടെ പിന്തുണ അപ്പോഴും ഉണ്ടായിരുന്നു. മോനെ സാറി ചോദിച്ചു ഉത്തരം കൊടുക്ക്. അങ്ങനെയില്ല സാർ, അങ്ങനെ പറയാൻ പറ്റില്ല. അവർ അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? തെറ്റ് ശരി നിശ്ചയിക്കാൻ നിങ്ങളാരാ? രണ്ടുപേരും വിചാരിച്ചാൽ ഇത് കുറച്ചുകൂടെ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. രണ്ടുപേരും വിചാരിച്ചാൽ ഇത് കുറച്ചുകൂടെ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഏത് നേരത്താണോ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ തോന്നിയത്? കാരണവും ഇല്ലാതെ ഇത് പറഞ്ഞത് തന്നെ വീണ്ടും 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 ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് വെറുതെ ഇത് നീട്ടിക്കൊണ്ടു പോകണത്. ഞാനത് ചോദിക്കരുതായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് തിരുത്താവുന്നതായി എന്തുണ്ട് എന്നാണ് തോന്നുന്നത്. എന്റെ പറച്ചിനിക്കട മുത്തപ്പ എന്നെ എടുത്തിട്ട് പരീക്ഷിക്കുകയാണോ? ഇവന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഇങ്ങനെയൊന്ന് സംഭവിച്ചു പോയെന്നാൽ ഇതങ്ങ് മായ്ച്ചു കളഞ്ഞേക്കാന്ന് പറഞ്ഞ് അങ്ങനെ കളയാൻ പറ്റുന്ന ഒന്നല്ല. തളരരുത് രാമൻകുട്ടി, തളരരുത്. ഒരു കാരണവുമില്ലാതെ നമ്മൾ വെറുതെ ഒരു ചോദ്യം അങ്ങോട്ട് എടുത്തിടും. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ചോദ്യം ചോദിക്കുന്ന വ്യക്തിക്ക് അതിന്റെ ഒരു സാമാന്യ മര്യാദയെ കുറിച്ചാണ്. അങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. ഒരുപക്ഷെ നമുക്ക് അസൗകര്യമാകുന്നത് കൊണ്ടാവുമോ ഈ ചോദ്യം അനാവശ്യമാണെന്ന് തോന്നുന്നത്? ചോദ്യം ആവശ്യമുള്ളതാണോ എന്നുള്ളൊരു ഒരു സംഗതിയുണ്ട്. ആരും വില തരില്ല. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിവുള്ളവരാണെന്നുള്ളൊരു ബോധം വേണ്ട. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.